മീനുകുട്ടി, മീനുകുട്ടി. जो हमारा देश भारत हमारा. അമ്മച്ചി. എന്താടോ? അല്ല, മീനുകുട്ടി, മീനാക്ഷി, ബാങ്കർ കൃഷ്ണവന്റെ കൊച്ചുമോള്. ഞാൻ ഇപ്പൊ ഇവിടെ കൊണ്ട് ഇറക്കി വിട്ടു. ഒരു ക്ലാസ്സിലുണ്ടാ? മീനുകുട്ടി, മീനുകുട്ടി, മീനുകുട്ടി നല്ല ആളാണ്. ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു എന്നറിയാം. ഓടി ഓടി ഞാൻ ഒരു പരുവായി. ഇത് കണ്ട, ഇതൊന്നും സൂക്ഷിക്കാൻ അറിഞ്ഞൂടെ കാലിട്ടോണ്ട് നടക്കരുത്. നല്ല കാലത്തിന് ഞാൻ കണ്ടു. വല്ലവനും കണ്ട് അടിച്ചു മാറ്റിക്കൊണ്ട് ഉരുക്കി വിറ്റിരുന്നെങ്കിലേ അവന്മാരെല്ലാം കൂടെ തപ്പിയെടുത്ത് അകത്താക്കി സൂപ്പാക്കിയാനെ. ഇനിയെങ്കിലും സൂക്ഷിച്ചോണേ. കൈമോശം വന്ന് വല്ല ഓട്ടോക്കാരനും വിറ്റ് ബിരിയാണി അടിച്ചു എന്ന് പറഞ്ഞാ നമുക്കൊന്നും ഉറക്കം വരൂല. പോട്ടാ. എന്താ ഇത്? ഇതിരിക്കട്ടെ. അത് തന്നെ എനിക്കും പറയാനുള്ളത്. കയ്യിലിരിക്കട്ടെ. പോട്ടെ. ആരാ അവിടെ? എന്താ അവിടെ? എന്താ കുട്ടികളെ? ഗോ ടു യുവർ ക്ലാസ്സസ്. എന്താ നോക്കി നിൽക്കുന്ന? ഗോ ടു യുവർ ക്ലാസ്സസ്. ഗോ ഗോ. ഓക്കേ, താങ്ക്സ്. സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് മംഗളം. സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് താലിമംഗളം. നീയും വരന്റെ പെങ്ങളായി നിന്നു വേണം ചടങ്ങ് മോടിയാക്കുവാൻ. മധുവിധുവിനു ചിറകടിച്ചു നീ പലയിടങ്ങളിൽ പറവറക്കണം. സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് താലിമംഗലം. ആരോരുമില്ലാത്ത കാലത്തു നീ എന്റെ ചാരത്തു വന്നെങ്കിലും സുന്ദരി താഴത്തും വെക്കാതെ തോളത്തും വെക്കാതെ മീനാക്ഷിയായെങ്കിൽ നീ. ആരോരുമില്ലാത്ത കാലത്തു നീ എന്റെ ചാരത്തു വന്നെങ്കിലും സുന്ദരി താഴത്തും വെക്കാതെ തോളത്തും വെക്കാതെ മീനാക്ഷിയായെങ്കിൽ നീ. പാലാഴിയിലാറാടിയ പൂവമ്പിളി നീ അങ്ങനെ പാവങ്ങളുടെ പഞ്ചാമൃതമായി. സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് താലിമംഗളം.
കൂട്ടുകുടുംബത്തിനുണ്ടായ സൗഭാഗ്യമേ സുന്ദരി കഞ്ഞിക്ക് ഞങ്ങൾക്ക് പഞ്ഞത്ത് മേഘാത്ത മാതാന്ന പൂർണേശ്വരി പുയ്യാപ്പുള നീ എന്തിന് വയ്യാത്തൊരു ഡെങ്ങേറിൻ കയ്യാങ്കളി കൂട്ടും വേണോ സുന്ദരി ഒന്നൊരുങ്ങി വാ നാളെയാണ് കാലിമംഗളം സുന്ദരി ഒന്നൊരുങ്ങി വാ നാളെയാണ് കാലിമംഗളം നീയും വരന്റെ പെങ്ങളായി നിന്നു വേണം ചടങ്ങ് മൂടിയാക്കുവാൻ മധുവിധുവിനു ചിറകടിച്ചു നീ പലയിടങ്ങളിൽ പറക്കണം സുന്ദരി ഒന്നൊരുങ്ങി വാ നാളെയാണ് കാലിമംഗളം ഹേ സുന്ദരി ഒന്നൊരുങ്ങി വാ നാളെയാണ് കാലിമംഗളം നാളെയാണ് കാലിമംഗളം നാളെയാണ് കാലിമംഗളം നാളെയാണ് കാലിമംഗളം നാളെയാണ് കാലിമംഗളം നിവേദുട്ടാ എന്തായിരുന്നു അത്? പാട്ട് വഴിയെ പോകുന്നവരുടെ ആകാശത്തൂടെ പോകുന്ന വെടിയുണ്ട ഏണി കയറി എടാ, കഷ്ടപ്പെട്ട് എന്തിനാടാ ചേച്ചിനോട് നീ ഇങ്ങനെ ചെയ്യണ? തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. പിന്നെ ഞാനായിരുന്നല്ലോ മീനുക്കുട്ടിയായിട്ടുണ്ടായിരുന്നത്. എങ്ങനെയുണ്ടായി ചേച്ചി മീനുക്കുട്ടിയായിട്ട്? കിലുക്കം പോലെ ഉണ്ടായിരുന്നു. എടാ, ഇത് കഴിഞ്ഞ എപ്പിസോഡ് നീ കണ്ട് ഇവര് ട്രോൾ ഇറക്കിയ കണ്ടിട്ടല്ലേ നീ ഇത് പറയുന്നേ? എനിക്ക് മനസ്സിലായി. അതിലൊരു അവന്റെ കൊറേ റീലൊക്കെ ഇറങ്ങിയല്ലോ. ആ ഓക്കെ, ഇപ്പോഴാണ് ഫ്ലോറിന് ഒരു അനക്കവും ബഹളവും ഒക്കെ വന്ന് മൊത്തത്തില് അല്ലേ? അപ്പൊ നമുക്ക് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഹരിച്ചേട്ടാ. സുന്ദര എന്തോ കലക്കി മോനെ, അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പർ സിംഗിങ്. പിന്നെ കമ്മിങ് ടു ദ പെർഫോമൻസ്, എനിക്ക് ആകെ ഫീൽ ചെയ്തത് ഈ മൈക്ക് പ്ലേസ്മെന്റ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പാടിയതിലൊന്നും അങ്ങനെ പ്രശ്നം തോന്നിയില്ല. ചെറിയ ചെറിയ സ്ലിപ്സ് അവിടെ ഇവിടെയൊക്കെ. പക്ഷെ മൈക്ക് പ്ലേസ്മെന്റ് യു ഹാവ് ടു ബി അതിൽ വളരെ ശ്രദ്ധിക്കണം. കാരണം മോൻ എന്ത് പാടിയാലും അത് പുറത്ത് വെക്കണമെങ്കിൽ മൈക്ക് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം. നമ്മൾ ഡാൻസ് ചെയ്യാം, ഡയലോഗ്സ് പറയാം, ഓഡിയൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം, ബട്ട് മൈക്ക് എപ്പോഴും നമ്മുടെ കൺട്രോളിലിരിക്കണം, എങ്ങനെ എങ്ങോട്ട് തിരിഞ്ഞാലും കേട്ടോ. അപ്പം നെക്സ്റ്റ് പെർഫോമൻസിൽ അത് ശ്രദ്ധിക്കണം. ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. ഇതൊരു നിവേദിന്റെ ഒരു വേറിട്ട പെർഫോമൻസ് ആയിരുന്നു. സോ ഇനി അങ്ങോട്ട് ഇതുപോലെ വെറൈറ്റി പെർഫോമൻസസ് ആയിട്ട് കം അപ്പ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് യു. താങ്ക് യു ഹരിച്ചേട്ടാ. നാളെയാണ് താലിമംഗലം എന്ന് പറഞ്ഞപ്പോ അവനെല്ലാം മറന്നുപോയി തോന്നുന്നു. ആണോടാ? ഓ ശരി. ഓ, ഇത് മൊത്തം അടിയാന്ന് തോന്നുന്നു. ഓക്കെ, ഷാനിക്ക. നിവേദ് എന്തോ അടിപൊളിയായിരുന്നടാ. റൈറ്റ് ഫ്രം ഫസ്റ്റ് ആക്ട് അവിടെ തൊട്ട് പാട്ടിൻ്റെ എൻഡ് വരെ സ്റ്റേജ് നന്നായിട്ട് നിവേദ് യൂസ് ചെയ്തു. ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. ഫ്രം ദ ബിഗിനിങ് ആ ഒരു ആക്ട് തൊട്ട് പാട്ട് തീരുന്ന വരെ ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു എല്ലാം വർക്ക് ചെയ്തു, എവറിത്തിങ് വർക്ക്. പക്ഷേ പാട്ടിലേക്ക് നമ്മൾ വരുമ്പോൾ ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത് ആകെ മൈക്കെന്ന് മാത്രമേ എഴുതി വെച്ചുള്ളൂ. മൈക്ക് പ്ലേസ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നിവേദ്. കാരണം നിവേദ് പല സമയങ്ങളിലും ഇങ്ങനെ പാടുമ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ അങ്ങ് പോകും. അപ്പം അത് പോയി, അവിടെ പാടുന്ന ഒന്നും നമ്മൾ കേൾക്കണില്ല, വേറെ ഒന്നും എനിക്ക് തോന്നിയില്ല. ഉഗ്രൻ പാട്ട് സെലക്ഷൻ, ഉഗ്രൻ സോങ്. ആൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, എല്ലാ സ്ഥലത്തും പിച്ച് ഔട്ട് കാര്യങ്ങളൊന്നും എവിടെ ഉണ്ടായില്ല, പക്ഷെ പിച്ച് ഔട്ട് വേണ്ട ഒരു സ്ഥലം ഉണ്ടായിരുന്നു, പുയ്യാപ്പള നീ എന്തിന്. അത് പപ്പച്ചേട്ടനല്ല പാടണേ, ശ്രുതി ശുദ്ധമായി അവൻ പാടിക്കളഞ്ഞു. അവിടെ കൊടുത്ത മോഡുലേഷനൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഓഫ്കോഴ്സ് ഈ പാട്ട് എന്ന് പറയുന്നത് നമ്മൾ ശ്രുതി തെറ്റിയ മാർക്ക് പോയി വിചാരിച്ചിട്ടാ. പക്ഷെ ആ പാട്ടിന് വേണ്ടത് കൊടുക്കണം കേട്ടോ. ആ ഭാഗത്ത് ഇപ്പം ശ്രുതി തെറ്റിച്ചിട്ടാണ് പാടേണ്ടതെങ്കിൽ അത് തെറ്റിച്ചിട്ട് തന്നെ പാടണം, കാരണം അത് വേറൊരു ക്യാരക്ടർ വന്നിട്ടാണല്ലോ പാടണേ. അപ്പൊ ശ്രദ്ധിക്കുക കേട്ടോടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. അഭിജേജി. ഹായ് നിവേദ്. ഹായ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പാട്ട്, അടിപൊളിയായിട്ട് പാടി. ആക്ച്വലി ഇവര് ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ഇവർ രണ്ടുപേരും പറഞ്ഞു തന്നു കഴിഞ്ഞു. എനിക്ക്
ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് മൊത്തത്തിൽ ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് ഒരു പാട്ട് മാത്രമല്ല, ഒരു മൊത്തത്തിലൊരു പെർഫോമൻസ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. താങ്ക് യു മാം. അപ്പം ആദ്യം ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തോളിൻ്റെ ഒരു ചരിവുണ്ടായിരുന്നു, നമ്മുടെ ലാലേട്ടൻ സ്റ്റൈൽ. അത് അവസാനം വരെ മോൻ കീപ്പപ്പ് ചെയ്തു. സോ അത്രത്തോളം എല്ലാ കാര്യത്തിലും പാട്ടിന് മാത്രമല്ല, ഓഡിയൻസിനെ എൻ്റർടൈൻ ചെയ്യാനും അവിടെ ഇൻറ്ററാക്ട് ചെയ്യുകയാണെങ്കിലും ഇവിടെ വന്ന ഒരാൾക്ക് ഹൈഫൈ കൊടുക്കുന്നതാണെങ്കിലും ഇതെല്ലാം നല്ലൊരു പെർഫോമറിൻ്റെ ലക്ഷണങ്ങളാണ്. സോ നോട്ട് ജസ്റ്റ് ദ മ്യൂസിക്, യുവർ എ കംപ്ലീറ്റ് പെർഫോമർ എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. സോ ദാറ്റ് വാസ് വെരി എൻ്റർടൈനിങ്. നന്നായിട്ട് ചെയ്തു. വെൽ ഡൺ. അപ്പൊ മാർക്സ് അറിയാം. ഓക്കെ, ടെൻഷൻ ഉണ്ടോ നിനക്ക്? തീരെ അവന് പോകത്തില്ല. ഓക്കെ, പക്ഷെ നിനക്ക് ടെൻഷൻ, അച്ഛനമ്മയ്ക്ക് ടെൻഷൻ ഉണ്ട് തോന്നുന്നു. നമ്മുടെ നിവേദുട്ടന്റെ പേരൻസ് ആണ് കേട്ടോ അത്. ഓക്കെ, അച്ഛനമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടാവും, അനിയത്തിക്ക് ഒരു കൂസലില്ല. അനിയത്തിക്ക് ഒരു കൂസലില്ല, അവളിങ്ങനെ ഇരിക്കാ. നീ എന്തെങ്കിലും പാടറാന്ന്. അവള് നോക്ക ചേട്ടാ അവിടെ എന്താണ്ടൊക്കെ കാണിച്ചു. ചേട്ടാ ഓട്ടോയിലൊക്കെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. ഓക്കെ, അപ്പോ ഫസ്റ്റ് ഹരി ചേട്ടാ. നിവേദ്, അപ്പൊ ഇന്നത്തെ പെർഫോമൻസിന് ലൈക്ക് പെർഫോമൻസ് ആൻഡ് യുവർ സിംഗിങ് എല്ലാം കൊണ്ടും ഒരു മാർക്ക് ഇടുകയാണ് 8 out of 10. താങ്ക് യു. സൂപ്പർ. ഓക്കെ, അടിപൊളിയാണ്. ഫസ്റ്റ് പെർഫോമൻസിന് 8 കിട്ടിയില്ലേ? ഷാനിക്ക നന്നായിട്ട് പാടിയത് കൊണ്ടും ആ പാടിയത് നമ്മളാരും കേൾക്കാത്തത് കൊണ്ടും അവൻ മാത്രം കേട്ടത്. കുറച്ച് മാർക്ക് കുറച്ചു. 8 out of 10. നൈസ്, അടിപൊളി. അഭി ചേച്ചി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പെർഫോമൻസ്, അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂട്ടി തരാം. 8.5 out of 10. നൈസ്. അപ്പോ 30-ല് 24.5 മാർക്കാണ് നമ്മുടെ നിവേദുടന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ സന്തോഷായില്ലേ? 30-ല് 24.5 എന്ന് പറഞ്ഞ ചെറിയ മാർക്കല്ല, ഈ മാർക്ക് തുടങ്ങിയിട്ടുള്ള ഫസ്റ്റ് പെർഫോമൻസിൽ നല്ലൊരു മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. താങ്ക് യു. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അടുത്ത പെർഫോമൻസ് ഇതുപോലെ തന്നെ കിടക്കണം നമുക്ക്. അവൻ കയ്യൊക്കെ ഇങ്ങനെ ഞെരുക്കുന്നു തരാടി. ഓക്കെ നിവേദ, ഓൾ ദി ബെസ്റ്റ്.